ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ നീലിമയുടെ കസ്റ്റഡിയിലാണ് ശ്രുതി. നീലിമ ശ്രുതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് 50 ലക്ഷം രൂപ കൊണ്ടിരാനൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതിനെ ഓർത്തിട്ട് നീ വിഷമിക്കണ്ട, ഞങ്ങൾ പണ്ടത്തെ കാമുകന്മാരല്ലേ, ഞങ്ങൾ എന്തായാലും ഒരുമിച്ചിരിക്കല്ലേ, ഞങ്ങൾ ആ പണ്ടത്തെ നിമിഷങ്ങളൊക്കെ ഒന്ന് അയവറക്കട്ടെ എൻ്റെ ശ്രുതിയെ എന്ന് പറഞ്ഞിട്ട് നീലിമ ശ്രുതിയുടെ ചങ്കിന് കൊള്ളണ വർത്താനങ്ങൾ പറയാണ്. നീ എന്തായാലും അവിടെ സമാധാനമായിട്ടിരുന്നോ, ഞങ്ങളൊന്ന് സ്നേഹിക്കട്ടെ എന്നൊക്കെ പറയണം. നീ എത്രയും പെട്ടെന്ന് പൈസ റെഡിയാക്കി വരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീലിമ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ വിഷമമാവുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഇങ്ങനെ വിഷമമായിട്ട് അപ്പം മീര പറയേണ്ട, ശ്രുതി നീ വിഷമിക്കണ്ട, ആൻ്റണി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രുതിനെ കാണാതെ അച്ചമ്മയും രവീന്ദ്രനും സച്ചിയും കൂടി പറയുന്നുണ്ട്, ശ്രുതിനെ കാണാനില്ല, ഇത്ര നേരമായിട്ട് മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കാൻ എത്ര സമയമാണ്, ഇവിടെ എന്ത് കള്ളത്തരം പറഞ്ഞിട്ടാണ് പോയിക്കണേ, ഇവിടെ എന്തായാലും എന്തോ കള്ളത്തരം ഒപ്പിക്കാനുള്ള പോക്കാ പോയേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതി മീനും സാധനങ്ങളും കൊണ്ട് വരുന്നത്. വന്നല്ലോ, സത്യം പറ, നീ എവിടെയാണ് പോയത്, നീ മാർക്കറ്റിൽ തന്നെയാണോ പോയത്? അതേ അച്ഛമ്മേ, മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ബ്യൂട്ടി പാർലറിലൊന്ന് പോണ്ടി വന്ന് പറയാം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവിടെ ബ്യൂട്ടി പാർലറിലേക്ക് വിളിച്ചിട്ട് പോണ്ടി വന്നു, അവിടെ വാടകയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോണ്ടി വന്നു പറയണം. അപ്പം നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയാം, അച്ഛൻ വിളിച്ചപ്പോൾ അങ്കിൾ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പറയും, അങ്കിൾ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് വിളിച്ചപ്പോൾ പാർലറിൻ്റെ എങ്ങനെ അറിഞ്ഞു ചോദിക്കും. അപ്പോൾ പറയും, അപ്പം എൻ്റെ സൈലൻ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പറയാം, അച്ഛാ ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് അച്ഛാ, എന്തോ കള്ളത്തരം മണക്കുണ്ട് പറയാണ് സച്ചി. നീ ഒന്നും മിണ്ടാതിരുന്ന സച്ചി, എല്ലാത്തിലും കൊനിഷ്ടത്തര കണ്ടുപിടിക്കുള്ളൂ എന്ന് ശ്രുതി സച്ചിനെ ചീത്ത പറയണം. അങ്ങനെ പറഞ്ഞ, അച്ഛമ്മേ നമുക്കിത് കറി വയ്ക്കാൻ പറയുമ്പോൾ കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയണം. അങ്ങനെ ശ്രുതി അകത്തേക്ക് കയറിപ്പോവും. അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ആൻ്റണിയുടെ കൊട്ടേഷൻ ടീമും കൂടിയിട്ട് ശ്രുതിയുടെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാനുള്ള ഓരോ സ്ഥലം മുക്കുമൂലി അരിച്ച് പെറുക്കിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ കൂടുള്ള ഗുണ്ട പറയാണ്, സച്ചി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നില്ല, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, സച്ചി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ എടുത്തിട്ട് ശ്രുതിക്ക് അയച്ചു കൊടുക്കാമല്ലോ, നമ്മളെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട്. അന്ന് നവീനെ പോലീസിൽ ഏൽപ്പിച്ച സച്ചിയല്ലേ, പക്ഷെ നമ്മളല്ലേ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് പറയുമ്പോൾ ഒന്നങ്ങോട്ട് കൊടുക്കും, ഒറ്റയടിയെ കൊടുക്കും. ആൻ്റണി നിന്നെയൊക്കെ എന്തിനാടാ ഞാൻ എൻ്റെ കൂടെ കൂട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയടിയെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയും, ഞാൻ പറഞ്ഞ സത്യമല്ലേ, സച്ചി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കല്ലേ നല്ല ചോദിക്കുമ്പോൾ, നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറയാം ആൻ്റണി. ആൻ്റണിയുടെ എന്ത് വന്നാലും ശ്രുതിനെ കണ്ടുപിടിച്ചാൽ മതി, ഒരു ജീവൻ്റെ കാര്യമാണ്, നമ്മൾ ഒരിക്കലും അത് ഇതാക്കിക്കൂടാന്ന് പറഞ്ഞിട്ട് ആൻ്റണി അങ്ങനെ പറയണം. എന്ത് വന്നാലും ശരി നമുക്ക് ശ്രുതിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അതിനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് അങ്ങനെ അവർ അതിനുള്ള ശ്രമത്തിലാണ്. ചന്ദ്രോദയത്തിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നു. ശ്രുതി വന്നു, ശ്രുതിയോട് പറയാണ് വിളമ്പിത്തരാൻ. എല്ലാവർക്കും ഫുഡ് കൊടുന്ന് വയ്ക്കുകയാണ്. ഫുഡ് കൊടുന്ന് വയ്ക്കുമ്പോൾ ശ്രുതിയുടെ മുഖം ഒട്ടും തെളിച്ചില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, എന്ത് പറ്റി മോളെ, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിക്കേണ്ടത് രവീന്ദ്രൻ. ഒന്നുമില്ല അങ്കളെ പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ ശ്രുതിനെ കാണാത്തതിൻ്റെ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു ആവലാതിയാണ്, ആരോടും പുറത്ത് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ആവലാതിയാണ് ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കുക പറയുമ്പോൾ പറയാം, അപ്പോൾ എന്താ നീ കഴിക്കുന്നില്ലേ ചോദിക്കും രവീന്ദ്രൻ. ഇല്ല അങ്കളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. പറയാം, എന്താ ശ്രുതി, എന്താ പറ്റി ചോദിക്കും. അപ്പോൾ ശ്രുതി എവിടെയാണ് ചോദിക്കും. അപ്പോൾ പറയും, ശ്രുതി ഇവിടേക്ക് പോയിക്കല്ലേ, ഷോപ്പ് തുറക്കാൻ പോയിക്കല്ലേ ചോദിക്കും ശ്രുതി. അപ്പോൾ അച്ഛമ്മ പറയുന്നത്, അവളിന് ഷോപ്പില്ലല്ലോ ശ്രുതി, നീ എന്നോട് നുണ പറയണ്ട, സത്യം പറ, നുണ പറഞ്ഞിട്ട് ശ്രുതി എവിടേക്കാണ് പോയിക്കണം ചോദിക്കുമ്പോൾ പറയും, എനിക്കറിയില്ല അച്ഛമ്മേ, ഞാൻ വിളിച്ചിട്ട് കിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും ശ്രുതി. അപ്പോൾ വർഷ പറയും, ഇതൊക്കെ സ്വാഭാവികമല്ല അച്ഛമ്മേ, കല്യാണം കഴിഞ്ഞാണെന്ന് പുറത്തേക്കൊക്കെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ പോവാം, അപ്പോൾ ആരും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ സ്വാഭാവികമല്ല അച്ഛമ്മേ ചോദിക്കുകയാണ് വർഷ. എന്തായാലും ശ്രുതിയടുത്തിൻ്റെ മുഖം നല്ല രസമുണ്ട് കാണാൻ, ഹസ്ബൻഡിനെ കാണാത്തതിൻ്റെ ടെൻഷൻ മുഴുവൻ ശ്രുതിയടുത്തിയുടെ മുഖത്തുണ്ട്, നല്ല രസമുണ്ട് ഇട്ട് ശ്രുതി ചേച്ചി എന്ന് പറയാണ് വർഷ. എന്നിട്ട് പറയാം, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഫുഡൊന്ന് വിളമ്പിത്താ പറയുമ്പോൾ പറയും, വേണമെങ്കിൽ തന്നെത്താനെ എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറിപ്പോൾ. അപ്പോൾ വർഷയ്ക്ക് ഇത് എന്ത് പറ്റി ശ്രുതി ചേച്ചിക്ക് എന്ന് പറയാണ്. എന്നിട്ട് അവരങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി അകത്ത് പോയിട്ട് ആൻ്റണീനെ വിളിച്ചിട്ട് ചോദിക്കും, ആൻ്റണി എന്തായി, വല്ല വിവരം കിട്ടിയോ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രുതി പറഞ്ഞ കാറിൻ്റെ അടയാളമൊക്കെ വെച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അവർ പോയി എന്ന് പറയണ ഊഹിക്കുന്ന വഴിയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് കടകളിലത്തെ CCTV ക്യാമറകളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അടയാളം കണ്ടുപിടിക്കാൻ, അതൊരു സ്ഥലത്ത് കൂടെ വണ്ടി പോയിട്ടുണ്ട്, അപ്പുറത്ത് 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വണ്ടി കാണാനും ഇല്ല ശ്രുതി. അപ്പോൾ എന്തായാലും ശ്രുതിനെ നീലിമ വിളിച്ചിട്ട് അവരുടെ ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കാം, ഞങ്ങൾ പരമാവധി ശ്രമിക്കണം, ഞങ്ങൾ 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കണില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ശ്രുതി പറയും, എന്ത് വന്നാലും ആൻ്റണി എനിക്ക് എൻ്റെ ശ്രുതിനെ കണ്ടുപിടിച്ച് തരണം, ശ്രുതിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം, ശ്രുതി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ആൻ്റണി പറഞ്ഞിട്ട് ശ്രുതി കരയാണ്. അറിയാം ശ്രുതി, നോക്കട്ടെ, വിഷമിക്കാതിരിക്കുക, ഞങ്ങൾ ശരിയാക്കാമെന്ന് പറയണം. പക്ഷേ ആൻ്റണി ഒരു ഗുണ്ടയാണെങ്കിലും ഒരു കൊട്ടേഷൻ ടീമാണെങ്കിലും ഒരു പലിശക്കാരനാണെങ്കിലും ആൻ്റണിയുടെ മനസ്സിലത്തെ ഒരു കുഞ്ഞു നന്മയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുക, ശ്രുതി വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആൻ്റണി സമാധാനിപ്പിക്കുകയാണ്.
അങ്ങനെ ഈ സമയത്ത് നീലിമയുടെ അടുത്ത് സുധി ഇരിക്കുകയാണ്. അപ്പോൾ നീലിമ ചോദിക്കും, സുധി നിനക്ക് വിശക്കുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ പറയും, നീ എന്നെ ഒന്ന് പറഞ്ഞു വിട് പറയാണ്. അപ്പോൾ സുധി എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, നീ എന്നെ ഒന്ന് പറഞ്ഞു വിട് പറയണം. അപ്പോൾ സുധിയുടെ അടുത്ത് പറയും, ഭക്ഷണം വേണമെങ്കിൽ നീ കഴിച്ചോ, നീ വിശന്നിരിക്കുമെന്ന് വേണ്ടാന്ന് പറയും. അപ്പോൾ ഗുണ്ടകൾ പറയും, അല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഓർഡർ ചെയ്യണം വേണമെങ്കിൽ. ഓർഡർ ചെയ്യാനോ, ഇവനോട് ഫുഡ് ഓർഡർ ചെയ്യാൻ ഇവൻ 5 സ്റ്റാർ ഹോട്ടലിലത്തെ ഫുഡാണ് പറയുള്ളൂ, നിങ്ങൾക്കൊന്നും അറിയില്ല ഇവന് ഭയങ്കര ആർഭാടം കൂടുതലാണ് എന്നൊക്കെ പറയും നീലിമ. ഇവിടെ ചപ്പാത്തി ഇരിക്കില്ല, ചപ്പാത്തി എടുത്ത് കൊടുക്കുക പറയും. സുധി നീ ചപ്പാത്തി കഴിച്ചാൽ പറയുമ്പോൾ, എനിക്ക് നിങ്ങളുടെ ചപ്പാത്തി വേണ്ട, ഒന്നും വേണ്ട, എന്നൊന്ന് വെറുതെ വിടുമോ ചോദിക്കണം സുധി. അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയും, നിങ്ങൾ എത്ര സന്തോഷത്തോടെ ഇങ്ങോട്ട് വന്ന് പാട്ടൊക്കെ പാടിയിട്ടില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പെരുമാറണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീലിമ ചോദിക്കും, സുധി സത്യമാണോ നീ പാട്, ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും നീ ഈ പാട്ട് പാടുന്ന ഒരു വാക്ക് പോലും എനിക്കറിയില്ലല്ലോ, നീ പാട് സുധി, നീ അത്രയും വലിയ ഗായകനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നീലിമ ആശ്ചര്യപ്പെടുകയാണ്. എന്നോ 2 വരി പാട് സുധി എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ്, എന്തായാലും നീ ടെൻഷനൊന്ന് കുറയ്ക്കാൻ പാട്ട് നല്ലതാണ്, ഒന്ന് പാട് സുധി എന്ന് പറയാണ് നീലിമ. അപ്പോൾ സുധി കരഞ്ഞിട്ട് അറിയാതെ എന്നുള്ള പാട്ട് പാടുന്നതിൻ്റെ ഒപ്പം സുധി യാണ് ചെയ്യണത് കേട്ടോ. പക്ഷേ ഇതുകൊണ്ടൊന്നും നീലിമയുടെ മനസ്സലിയണില്ല. നീലിമ എന്തായാലും അവൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ സുധീനെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. എന്നിട്ട് നീലിമ കുറേ കൊത്തി വർത്താനങ്ങൾ സുധിയോട് പറയണം, നീ അങ്ങനെ ചെയ്തോനാ, നീ ഇങ്ങനെ ചെയ്തോനാ, നോക്കിക്കോ, നിനക്ക് ഇവിടുന്ന് ശ്രുതി പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നിൻ്റെ കാര്യം കട്ടപ്പുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ തീരാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ മനസ്സിലുണ്ട്, ശ്രുതിക്ക് ഒരിക്കലും പൈസ കിട്ടില്ല, ശ്രുതി എവിടുന്ന് പൈസ സംഘടിപ്പിക്കാനെന്നുള്ള സങ്കടം ശ്രുതിയുടെ മനസ്സിലുണ്ട്. ഈ സമയത്ത് രേവതിയുടെ അടുത്ത് സച്ചി രേവതിയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ രേവതി പറയാണ്, വർഷി രേവതിയും കൂടിയിട്ട് സംസാരിക്കുക, വർഷ രേവതിയുടെ മുടി കെട്ടി കൊടുക്കണം, വർഷയെ ഒന്ന് മെല്ലെ വലിക്ക്, വർഷയെ വേദനിച്ചിട്ട് വയ്യ പറയും, പിന്നെ ഒന്നും മിണ്ടാതെ എന്നാൽ രാത്രി മുടിയൊക്കെ കെട്ടി കിടക്കണം, പിന്നെ എൻ്റെ സച്ചിയേട്ട 3 നേരം എൻ്റെ മുടി കോവി റെഡിയാക്കി തരണത് ഇത്രയും വേദന എടുക്കാറില്ല, എനിക്ക് എൻ്റെ സച്ചിയേട്ട എന്നെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ പറയും രേവതി. സച്ചിയേട്ടനെ മുടിയൊക്കെ കോവിത്തരും ചീവിത്തരും ജടയൊക്കെ കളഞ്ഞു തരും, പക്ഷേ മുടി കെട്ടി വെക്കണ രാത്രി നിന്ന് സച്ചിയേട്ടൻ അറിയില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് വർഷ പറയും, എനിക്ക് ചേച്ചീനെ നോക്കണം, ചേച്ചിയുടെ അടുത്തിരിക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും സമയം കിട്ടണില്ല ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ കിട്ടണ സമയത്ത് ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വരണത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങനെ രേവതിയുടെ മുടി കെട്ടി കൊടുക്കുക. ഇതൊക്കെ കണ്ടിട്ട് സച്ചി ഇരിക്കുകയാണ്. സച്ചിക്ക് മനസ്സിലാവും വർഷയ്ക്ക് രേവതിയോട് ഒരുപാട് സ്നേഹമാണെന്ന് സച്ചിക്ക് മനസ്സിലാവും. സച്ചി ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഇരിക്കുന്നത് ഇവർ രണ്ടുപേരും കാണില്ല. കുറച്ചിനിപ്പോൾ സച്ചി പറഞ്ഞ മോരട്ടാനൊക്കെ, ഓഹോ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങളിവിടെ നിൽക്കാമല്ലേ ചോദിക്കും. അപ്പോൾ സച്ചിയോട് രേവതി, എൻ്റെ കുറ്റം വല്ലതും പറയണ്ടോന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ ആണുങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ ഇത്, പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കുറ്റം പറയണമെന്ന് ഒളിഞ്ഞു നോക്കലെന്ന് പറയണ വർഷ. എന്നിട്ട് മുടി കെട്ടി കൊടുത്തിട്ട് രേവതി ചേച്ചി അപ്പോൾ ശരി കേട്ടോ ഞാൻ പോവാൻ രേവതിയുടെ കവളത്തൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വർഷ കിടക്കാൻ പോവാണ്. അപ്പോൾ സച്ചിയോട് രേവതി പറയും, വർഷയ്ക്ക് എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ, സച്ചിയേട്ട ഒരിക്കൽ പറഞ്ഞില്ലേ ശ്രീകാന്തിൻ്റെ ജീവിതം ഇവള് കാരണം തകരാൻ പോകുക, ശ്രീകാന്തിന് വേറൊരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെ അനുകൂലിച്ചതിന് സച്ചിയേട്ടൻ എന്നെ എന്തൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ സച്ചി ആ ഫ്ലാഷ് ബാക്കൊക്കെ ആലോചിക്കുകയാണ്. ഒരിക്കലും ഇത് നടക്കില്ല, ഈ വിവാഹം നടക്കില്ല, ഇത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട രേവതി, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂടി വഴക്കൂടുന്ന കാര്യം സച്ചി ആലോചിക്കാൻ, ശരിയാ വർഷ നല്ല കുട്ടിയെ തന്നെ ശ്രീകാന്തിന് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയണ സച്ചി എനിക്കറിയാം. അപ്പോൾ രേവതി പറയും, ഒരുപക്ഷെ ദേവുവിനേക്കാൾ കൂടുതൽ, അത് പറഞ്ഞ ദേവുവിന് വിഷമാവും, ഒരുപക്ഷെ ദേവുവിനേക്കാൾ കൂടുതൽ എന്നെ വർഷ സ്നേഹിക്കുന്നുണ്ട്, അവളെൻ്റെ അനിയൻ്റെ ഭാര്യയിൽ അവളെൻ്റെ അനിയത്തി തന്നെയാണെന്ന് പറയാണ് രേവതി. അങ്ങനെ അവർ വർഷനെ പുകഴ്ത്തണു. ഇപ്പുറത്ത് ശ്രുതിയുടെ കാര്യം എന്തായി എന്നറിയാതെ ശ്രുതി ഉരുകുന്നു. അങ്ങനെ ശ്രുതിക്ക് എന്ത് സംഭവിക്കുന്നുള്ള ഒരു ജിജ്ഞാസ നിറഞ്ഞ എപ്പിസോഡിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ സ്പീഡ് കൂടിയോ ഞാൻ പറഞ്ഞ കഥയ്ക്ക് എനിക്കൊരു സംശയമുണ്ട്, സോറി കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.